രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്ക് സാമ്പത്തിക സഹായവും കുറഞ്ഞ പലിശയിൽ വായ്പയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ പദ്ധതിയെ പറ്റി ഏവർക്കും അറിയുന്നതായിരിക്കും. കൂടാതെ രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് PM കിസാൻ മാൻധൻ യോജന. രാജ്യത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെ വാർദ്ധക്യത്തെ സാമ്പത്തികമായി സുരക്ഷിതമാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിൽ നിക്ഷേപം ചെയ്യുന്നത് വഴി 60 വയസ്സിനു ശേഷം കർഷകർക്ക് പ്രതിമാസം 3000 രൂപ വീതം ലഭിക്കും. രാജ്യത്തുള്ള പല കർഷകരും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജനയ്ക്ക് കീഴിൽ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് നിക്ഷേപ തുക തീരുമാനിക്കപ്പെടുന്നത്. 18 വയസ്സിൽ ഈ പദ്ധതിയുടെ ഭാഗമായാൽ എല്ലാ മാസവും 55 രൂപ മാത്രം നിക്ഷേപിച്ചാൽ മതി. 60 വയസ്സ് വരെ ഈ നിക്ഷേപം തുടരേണ്ടതുണ്ട്. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ വീതം പെൻഷനായി ലഭിക്കും. അപേക്ഷിക്കാൻ വൈകും തോറും നിക്ഷേപ തുക കൂടാൻ കാരണമാകും. 3000 രൂപ പെൻഷനായി ലഭിക്കുന്നതിന് വേണ്ടി പ്രായത്തിന് അനുസരിച്ചാകും നിക്ഷേപ തുക ക്രമീകരിക്കുക. രാജ്യത്തുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമാണ് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുക. പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർക്ക് 2 ഹെക്ടറോ അതിൽ കുറവോ കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരിക്കണം. 2 ഹെക്ടറിൽ കൂടുതൽ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. സർക്കാർ ജോലിയുള്ള കർഷകർക്കും ഈ പദ്ധതിയുടെ അംഗമാകാൻ സാധിക്കില്ല. കൂടാതെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ തുടങ്ങിയവ ആവശ്യമാണ്. ഇവയെല്ലാം ഉണ്ടെങ്കിൽ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.